പി.സി. ഡാം റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണുണ്ടായ അപകടത്തിൽ മരണം 2. പട്ടിക്കാട് സ്വദേശിനികളായ അലീന, ആൻഗ്രേസ് എന്നിവരാണ് മരിച്ചത്. ചികിത്സയിലുള്ള 2 പേരിൽ ഒരാളുടെ നില ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശി മരിച്ചു. യുദ്ധമുഖത്ത് കുടുങ്ങി വെടിയേറ്റ കുട്ടനല്ലൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. മരണം സ്ഥിരീകരിച്ച് എംബസി. നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ രാജിവെച്ചു. പുതിയ പാർട്ടി പ്രവേശനത്തിന് പിന്നാലെയാണ് രാജി. രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറി. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. 27 മുതൽ റേഷൻ കടകൾ അടച്ചിടും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തം. മാള കുരുവിലശ്ശേരിയിൽ കാപ്പ കേസ് പ്രതി അയൽവാസി അടിച്ചു കൊലപ്പെടുത്തി. ചക്കാട്ടി തോമ എന്ന പഞ്ഞിക്കാരൻ തോമസ് അടമരിച്ചത്. പ്രതി പ്രമോദ് പോലീസ് കസ്റ്റഡിയിൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പി.സി. ഡാം റിസർവോയറിൽ വീണുണ്ടായ അപകടത്തിൽ മരണം 2. പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനി പാറശ്ശേരി വീട്ടിൽ സജിയുടെ മകൾ 16 വയസ്സുള്ള ആൻഗ്രേസ് ആണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി ചുങ്കത്ത് വീട്ടിൽ 16 വയസ്സുള്ള അലീന തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. തൃശൂർ സെന്റ് ക്ലെയർസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനികളാണ് ഇരുവരും. ഞായറാഴ്ച വൈകിട്ട് 3:00-ഓടെയാണ് 4 പേർ ഡാമിന്റെ റിസർവോയറിലെ വെള്ളത്തിൽ വീണത്. പള്ളിപ്പെരുന്നാളിന് സഹപാഠിയായ ഹിമയുടെ വീട്ടിലെത്തിയ സംഘം റിസർവോയർ കാണാൻ പോയതായിരുന്നു. 4 പേരാണ് ഡാമിൽ വീണത്. ഇതിൽ പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനി റിൻ, പീച്ചി സ്വദേശിനി നിമ എന്നിവർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇറിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അവസാനമായി ഒരു വട്ടം കൂടി അലീന സെന്റ് ക്ലെയർസിലെത്തി. പൊട്ടിക്കരഞ്ഞ് സഹപാഠികൾ. പീച്ചി ഡാമിലെ റിസർവോയറിൽ വീണ് മരിച്ച +1 വിദ്യാർത്ഥിനി അലീനയുടെ ഭൗതിക ശരീരം സെന്റ് ക്ലെയർസ് സ്കൂളിൽ ഉച്ചയോടെയാണ് പൊതുദർശനത്തിനെത്തിച്ചത്. ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിന്നും 12:45-ന് അലീനയുടെ മൃതദേഹം വഹിച്ച ആംബുലൻസ് എത്തിയതോടെ മൂകശോകമായ സ്കൂൾ അങ്കണത്തിൽ പൊട്ടിക്കരച്ചിലുകൾ മുഴങ്ങി. അലീന പഠിച്ച ക്ലാസ് മുറിയുടെ മുന്നിലായിരുന്നു പൊതുദർശനം. നിറഞ്ഞ ചിരിയുമായി ക്ലാസ്സിലേക്ക് കടന്നുവരുന്ന അലീന ഇനി ഓർമ്മകളിൽ മാത്രമെന്ന തിരിച്ചറിവിൽ കൂട്ടുകാരികളുടെ വാവിട്ട് കരച്ചിൽ കാഴ്ചക്കാരുടെ എല്ലാം കണ്ണു നനയിച്ചു. വിതുമ്പലടക്കിയാണ് സഹപാഠികളും അധ്യാപകരും നിശ്ചലയായി കിടന്ന അലീനയെ അവസാനമായി ഒരു നോക്ക് കണ്ടത്. 10 മിനിറ്റ് മാത്രമായിരുന്നു പൊതുദർശനം. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ M.K. വർഗീസ്, ഡെപ്യൂട്ടി മേയർ M.L. റോസി, ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ളവർ റീത്ത് അർപ്പിച്ചു. മരണത്തിൽ അനുശോചിച്ച് സ്കൂളിന് തിങ്കളാഴ്ച അവധിയായിരുന്നു. എങ്കിലും 100 കണക്കിന് വിദ്യാർത്ഥിനികളാണ് പ്രിയ കൂട്ടുകാരിക്ക് അവസാനമായി വിടയേകാൻ എത്തിയത്. TCV ന്യൂസ്, തൃശൂർ. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങി വെടിയേറ്റ തൃശൂരിലെ യുവാക്കളിൽ ഒരാൾ മരിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മരിച്ചതായാണ് സ്ഥിരീകരണം. ഇയാളുടെ ഭാര്യ സഹോദരനായ കുത്തുപാറ സ്വദേശി ജെയിൻ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലാണ്. ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി എന്നാണ് സൂചന. 2024 ഏപ്രിലിലാണ് തെക്കങ്കര കുത്തുപാറ സ്വദേശിയായ ജെയിനും സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിലും ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയത്. കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതി ഇവർ യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും യുദ്ധസ്ഥലത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി വീട്ടുകാർക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ബിനിൽ മരിച്ചുവെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. പി.വി. അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചു. രാവിലെ സ്പീക്കർ A.N. ഷംസീറിനെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. എം.എൽ.എ. ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് അൻവർ സ്പീക്കറെ കാണാനെത്തിയത്. കാലാവധി തീരാൻ 1 വർഷം ബാക്കി നിൽക്കെയാണ് അൻവറിന്റെ നിർണായക നീക്കം. 11-ന് തന്നെ രാജിവെക്കുമെന്ന കാര്യം സ്പീക്കറെ ഇമെയിൽ മുഖേന അറിയിച്ചിരുന്നു. രാജിവെക്കാൻ ഉദ്ദേശിച്ചല്ല കൊൽക്കത്തയിൽ പോയതെന്നും കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യജീവി പ്രശ്നത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടുവെന്നും അൻവർ പറഞ്ഞു. രാജി സ്വീകരിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. സ്വതന്ത്ര എം.എൽ.എ. ആയ അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാകും. അത് മറികടക്കാനും നിലമ്പൂരിൽ വീണ്ടും മത്സരിച്ച് ശക്തി തെളിയിക്കുവാനുമാണ് അൻവറിന്റെ നീക്കം. അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിൽ UDF തീരുമാനമെടുത്തിരുന്നില്ല. അൻവർ വീണ്ടും മത്സരിച്ചാൽ അത് UDF-ന് മേൽ സമ്മർദ്ദം കൂട്ടും.
UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ സഞ്ചരിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. അൻവർ പറയുന്നതെല്ലാം പതിരും നേരത്തെ പറഞ്ഞതിന്റെ ആവർത്തനവുമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. കാനാട്ടുകരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തയുണ്ടാക്കാനും മാധ്യമശ്രദ്ധ നേടാനുമായി മുഖ്യമന്ത്രിയെയും CPM-നെയും കടന്നാക്രമിക്കാൻ അൻവർ നടത്തിയ ശ്രമങ്ങളുടെ പൊതു സ്വഭാവം നോക്കിയാൽ അത് UDF-ഉമായുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യമാകും. UDF-ന്റെ നേതാക്കൾ എല്ലാവരും അൻവർ പറയുന്നതിൻ്റെ അനുബന്ധ സംസാരക്കാരായി മാറിയിരിക്കുന്നു. അവർക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അൻവറെ കൊണ്ട് പറയിക്കുന്ന രീതി പോലും ഉണ്ടായിരിക്കുന്നു. സമൂഹത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശ്രമങ്ങളെന്നും കേരളത്തെ വർഗീയമായി വേർതിരിച്ച് ആ വർഗീയ ചേരിയെ UDF-ന്റെ പിന്നിൽ അണിനിരത്തുക എന്നതാണ് ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. LDF-നെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ജനങ്ങളെ വർഗീയവൽക്കരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള UDF-ന്റെ ശ്രമം കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ വിലപ്പോവില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പോലും വർഗീയവൽക്കരിക്കാനാണ് UDF-ന്റെ പൂർണ്ണ പിന്തുണയോടെ അൻവർ ശ്രമിക്കുന്നത്. അൻവർ അടിക്കുന്നുവെന്ന് പറയുന്ന സിക്സറുകൾ ഡക്കാണെന്നും കുറ്റിതെറിച്ചു പോകുന്നവയാണെന്നും വിജയരാഘവൻ പരിഹസിച്ചു. നിലമ്പൂരിൽ LDF-ന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുകയെന്നും വിജയരാഘവൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ മാസം 27 മുതൽ റേഷൻ കടകൾ അടച്ച് പ്രതിഷേധിക്കും. റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടേതാണ് തീരുമാനം. വേതന പാക്കേജ് പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. ദിവസങ്ങളായി തുടരുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23.56 കോടി രൂപ ചിലവിട്ട് 3 നിലകളിലായാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ദിനംപ്രതി 100 കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ മതിയായ സംവിധാനമില്ലാത്തതിനാൽ പാർക്കിംഗ് കേന്ദ്രത്തിന് പുറത്ത് താൽക്കാലികമായി 10 ശുചിമുറികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മാലിന്യം പുറത്തേക്കൊഴുകുന്നത്. പരിസരത്താകെ ദുർഗന്ധം വമിക്കുകയാണ്. ഇതുമൂലം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരും പരിസരവാസികളും മൂക്കുപൊത്തേണ്ട അവസ്ഥയിലാണ്. ദുർഗന്ധം മൂലം വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ട അവസ്ഥയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ ടോയ്ലറ്റ്സിന്റെ പുറകിൽ മുഴുവനും മലമൂത്ര വിസർജനം ഒഴുകി ഇതാക്കണം. നമുക്ക് വീടിന്റെ അകത്ത് നിൽക്കാൻ വയ്യ, പുറത്ത് നിൽക്കാൻ വയ്യ. വളരെ ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ആണ്. വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ഹിയർ. അപ്പൊ ഇത്രയും ഇവര് കണ്ടിട്ടും പോലും കണ്ടില്ല എന്ന് അടിച്ചതാക്കുമ്പോൾ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്ഥിതി തുടർന്നാൽ പരിസരത്തെ കിണറുകളും മലിനപ്പെടുമെന്ന ആശങ്കയുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചാൽ മാലിന്യം റോഡിലേക്കും ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ്. പരിസരത്താകെ മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ ശുചിമുറിയിലേക്ക് കയറാൻ മടിക്കുന്ന തീർത്ഥാടകർ പരിസരങ്ങളിൽ കാര്യം സാധിക്കുന്നുണ്ട്. ഇതോടെ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ പരിസരം മലിനമയമാണ്. ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്ത ദേവസ്വം നിലപാട് പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ലൊരു പ്രോജക്റ്റ് ഗുരുവായൂർ ദേവസ്വത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഭംഗിയായി കൊണ്ടു നടക്കാൻ പോലും ഗുരുവായൂർ ദേവസ്വത്തിന് സാധിക്കുന്നില്ല. ഈ 4-5 ദിവസമായിട്ട് ഇതൊരു റിപ്പോർട്ട് ചെയ്തിട്ടും ഗുരുവായൂർ ദേവസ്വത്തിലും ഗുരുവായൂർ നഗരസഭയിലും റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിന്റെ തൊട്ടടുത്ത് കുറെ ആൾക്കാർ താമസിക്കുന്ന, കുറെ പ്രായമായവരും കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് മൂക്ക് പൊട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പോലും വയ്യ, അസുഖങ്ങൾ വരുന്നു. അവരുടെ കിണറിലേക്കാണ് ഈ അടിക്കൂടെ ഈ കക്കൂസ് മാലിന്യം ഒഴുകിപ്പോണത്. ദേവസ്വം അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും കൗൺസിലർ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മാള കുരുവിലശ്ശേരിയിൽ കാപ്പ കേസ് പ്രതി അയൽവാസി അടിച്ചു കൊലപ്പെടുത്തി. ചക്കാട്ടി തോമയെന്ന പഞ്ഞിക്കാരൻ തോമസാണ് മരിച്ചത്. കാപ്പ കേസ് പ്രതിയായ വാടാശ്ശേരി വീട്ടിൽ പ്രമോദാണ് തോമസിനെ പലക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്. പ്രമോദും തോമയും വർഷങ്ങളായി ശത്രുതയിലായിരുന്നു. മുൻപും ഇവർ തമ്മിൽ അടിപിടി നടന്നിട്ടുണ്ട്. പ്രതിയായ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ MG റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി. ചേറ്റിപ്പുഴ കണ്ണാപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന വാഗണാർ കാറാണ് കത്തിയത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാറിന്റെ മുൻഭാഗം കത്തി നശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് MG റോഡിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. ആളെ കണ്ടിട്ടില്ല, ഇവിടെ പറഞ്ഞാട്ട് അറിയുള്ളൂ.
കുന്നംകുളം കമ്പിപ്പാലത്ത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന ഷോറൂമിൽ തീപിടുത്തം. ഇൻഡസ് മോട്ടോഴ്സിന്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ട്രൂ വാല്യൂ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ പ്രദേശവാസികൾ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഹരിക്കുട്ടൻ, RK ജിഷ്ണു, വിപിൻ, സനിൽ എന്നിവരടങ്ങുന്ന അഗ്നിരക്ഷാസേന സംഘമാണ് തീയണച്ചത്. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് വീണ് പരിക്കേറ്റ സംഭവത്തിൽ അറസ്റ്റിലായിരുന്ന ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനീഷിന് ജാമ്യം അനുവദിച്ചു. എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോർക്കുളം കോങ്ങണൂരിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. കോങ്ങണൂർ ഭാഗത്ത് നിന്ന് കരിക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സ്നേഹമതിൽ നിർമ്മാണ കമ്പനിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനം ഓടിച്ചിരുന്നയാളെ കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത കൊടകര പേരാമ്പ്രയിൽ ലോറിയും KSRTC ബസ്സും ഇടിച്ചുണ്ടായ അപകടത്തിൽ ബസ് കണ്ടക്ടർ അടക്കം 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശി തരുൺ, ഇടുക്കി മേലൂരം സ്വദേശി അനിൽ P. ചാക്കോ, ഇടുക്കി മൂലപറ്റം സ്വദേശി ജോമിൻ, മൂവാറ്റുപുഴ സ്വദേശിനി മഞ്ജുഷ എലിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. തെക്കേത്തുറവ് പള്ളം പൂതംകുറ്റി വീട്ടിൽ ഷനോജന്റെ ഭാര്യ ജിസ്ന, മകൾ തന്മയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ കുട്ടിയുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 11 മണിയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. തെക്കേത്തുറവിൽ നിന്ന് വന്ന സ്കൂട്ടർ ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും റോഡിൽ തെറിച്ചു വീണു. വനിതാ ഡോക്ടർ ഓടിച്ചിരുന്ന കാറാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത വാടാനപ്പള്ളി ചിലങ്ക ജംഗ്ഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായി 2 പേർക്ക് പരിക്ക്. തൃത്തല്ലൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ മുഹമ്മദ് ഹിലാൽ, നാട്ടിക ബീച്ച് കാവുങ്ങൽ നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ചേറ്റുവയിലെ ഫിനിക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകമലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാറയിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിലെ തെങ്ങും കവുങ്ങും വാഴയുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കൊയ്യാറായ നെൽകൃഷിയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. കൊമ്പനും 2 കുട്ടിയാനകളും ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് നിരന്തരമായി കൃഷി നശിപ്പിക്കുന്നത്. ആനശല്യം രൂക്ഷമായതിനെ തുടർന്ന് വാഴത്തോട്ടത്തിൽ തീക്കൂന തീർത്ത് പാട്ടയുമായി കാവലിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ചെറിയ കുട്ടികളുമായി കഴിയുന്ന വീടിന്റെ മുറ്റത്ത് പോലും രാത്രിയായാൽ കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നതിനാൽ ഏറെ ഭയത്തിലാണ് കുഴിയോട് സ്വദേശി ഇന്ദ്രയും കുടുംബവും. കാട്ടാനശല്യം മൂലം ഉപജീവനമാർഗം പോലും അടഞ്ഞ അവസ്ഥയിലാണ് കർഷകർ. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഇറങ്ങുന്നുണ്ട്. പട്ടി കുരയ്ക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വരെയൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നാണ് എല്ലാവരുടെയും ഒരു റിക്വസ്റ്റാണ്. പുതുക്കാട് ചെങ്ങാലൂർ കൊരട്ടിപ്പാടത്ത് കാട്ടുപന്നികളിറങ്ങി കൊയ്ത്തിന് ഭാഗമായി നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു. പാടശേഖരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 50 സെന്റ് കൃഷി നശിച്ച നിലയിലാണ്. വിളഞ്ഞുകിടക്കുന്ന പാടത്ത് എത്രത്തോളം കൃഷി നശിച്ചിട്ടുണ്ടെന്ന് കർഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊയ്തെടുക്കാവുന്ന നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടത്. 8 ഏക്കറോളം വരുന്ന പാടത്ത് 11 കർഷകരാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പന്നികൾ കതിരുകൾ നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത്. ആദ്യമായാണ് പാടത്ത് പന്നികൾ ഇറങ്ങുന്നതെന്ന് കർഷകർ പറയുന്നു. വരും ദിവസങ്ങളിൽ പന്നികൾ ഇറങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കൃഷി നശിച്ചതോടെ കർഷകർ പുതുക്കാട് പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതി നൽകി. കർഷകർക്ക് നേരിട്ട നഷ്ടം നികത്താൻ അധികൃതർ ഇടപെടണമെന്നും പാടത്തിറങ്ങുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയെടുക്കണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ധാരാളം കർഷകരുടെ കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഞാനും ഇവിടെ നിന്ന് നെൽകൃഷി പണിതിട്ടുണ്ട്. എൻ്റെയാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ച കഴിഞ്ഞാൽ കൊയ്യേണ്ടതായ ഈ പാടശേഖരത്തിലാണ് ഈ കാഴ്ചകൾ. അധികാരികൾ ഇതിന് എന്തെങ്കിലും നഷ്ടപരിഹാരമോ മറ്റുള്ള ഈ പന്നിക്കൂട്ടങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. മകരസംക്രമ സന്ധ്യയിൽ
ഒന്നുകുറെ ആയിരം യോഗത്തിന്റെ വകയായുള്ള 1001 കതിനവെടി മുഴങ്ങിയതോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന് ആരംഭമായത്. ഒന്നാം താലപ്പൊലി ദിനത്തിൽ കുടുംബികളുടെയും മലയരയന്മാരുടെയും പരമ്പരാഗത ചടങ്ങുകൾ നടക്കും. 4 താലപ്പൊലി നാളുകളിലും ഉച്ചയ്ക്ക് കുരുമ്പ അമ്മയുടെ നടയിൽ നിന്നും എഴുന്നള്ളിപ്പ് തുടങ്ങും. 1 മുതൽ 3 വരെയുള്ള രാത്രി എഴുന്നള്ളിപ്പും ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുക. 3-ാം താലപ്പൊലി നാളിലെ രാത്രി എഴുന്നള്ളിപ്പ് 18:30 കോവിലകത്ത് നിന്നാണ് ആരംഭിക്കുക. 3-ാം താലപ്പൊലി നാളിൽ രാത്രി കുരുമ്പാമ്മയ്ക്ക് ഗുരുതി പൂജയും നടക്കും. താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി തെക്കേ നടയിലെ പ്രധാന വേദിയിലും നവരാത്രി മണ്ഡപത്തിലുമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വടക്കുനാഥ ക്ഷേത്രത്തിൽ തിരുവാതിരയോടനുബന്ധിച്ച് നടന്ന ആതിരോത്സവം സമാപിച്ചു. തിരുവാതിര വ്രതം നോറ്റ് വടക്കുനാഥനെ തൊഴാൻ നിരവധി ഭക്തരാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലെത്തിയത്. വടക്കുനാഥ ക്ഷേത്രം അന്നദാന മണ്ഡപത്തിൽ നടന്ന തിരുവാതിര ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് വടക്കുനാഥന് 252 കരിക്ക് കൊണ്ട് അഭിഷേകം നടന്നു. ആതിരോത്സവത്തിന്റെ ഭാഗമായി വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളി അരങ്ങേറി. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. കോഴിക്കോട് HPCL ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചെന്ന് ആരോപിച്ചായിരുന്നു സമരം. ഉച്ചയ്ക്ക് 12 വരെയാണ് പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചത്. ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനായി അരിമ്പൂർ പഞ്ചായത്ത് വനിതകൾക്ക് നൽകി വന്ന പരിശീലനം പൂർത്തിയായി. 20 ദിവസത്തെ പരിശീലനത്തിന്റെ ഭാഗമായത് 34 വനിതകൾ. അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ 34 വനിതകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ മേൽനോട്ടത്തിൽ ഷെഫ് രാജിയുടെ നേതൃത്വത്തിലായിരുന്നു 20 ദിവസത്തെ പരിശീലനം. നിർമ്മൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പരിശീലനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്. പരിശീലനം നേടിയവരെല്ലാം സംരംഭകത്വ രജിസ്ട്രേഷനും എടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് സംരംഭം ചെയ്യാനും അതിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള കഴിവ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടെന്ന് ഉള്ള ബോധ്യം ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു ട്രയലാണ് ഇന്നിവിടെ നടന്നത്. ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടും കൂടി ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നാടൻ ബേക്കറി വിഭവങ്ങൾ മുതൽ കട്ട്ലറ്റ്, പ്ലം കേക്ക് തുടങ്ങി നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ നാൻ കടായി, ബാലുഷാഹി, നമക് പാര എന്നിങ്ങനെ 50 വിഭവങ്ങൾ തയ്യാറാക്കാനാണ് ഇവർ പരിശീലനം നേടിയത്. ഇവർ നിർമ്മിക്കുന്ന ബേക്കറി പലഹാരങ്ങൾ കടകളിൽ നേരിട്ടും കുടുംബശ്രീ ഷോപ്പി വഴി വീട് വീടാന്തരവും വിൽപ്പന നടത്താനാണ് ലക്ഷ്യമിടുന്നത്. 34 കുട്ടികളെ നമ്മൾ ഫുഡ് ബേസ് ചെയ്തുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു. ബേക്കറി കൺഫെക്ഷണറി ട്രെയിനിങ് കൊടുത്തിരുന്നു. ആ ട്രെയിനിങ് ബേസ് ചെയ്ത് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും ഇപ്പോൾ പ്രൊഡക്ഷൻ വിഭാഗത്തിലേക്ക് അവർ സെയിലും ചെയ്യുന്നുണ്ട്. ഫുഡ് പ്രൊഡക്ട്സ് ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പഞ്ചായത്തും കുടുംബശ്രീയും ഒത്തുചേർന്ന് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പരിശീലനത്തിന്റെ സമാപന ചടങ്ങ് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ശോഭ സുരേഷ്, മണലൂർ ചെയർപേഴ്സൺ ഗിരിജ, നിർമ്മൽ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി സുമിഷ വിനു, അരിമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പള്ളി തിരുനാളിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. കാടുകുറ്റി ചെട്ടിവളപ്പിൽ ആൽബിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാടുകുറ്റി പള്ളിയിലെ അമ്പത്തിരുനാളിനിടെ ബഹളം വെച്ച് ആൽബിനെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തത്. സ്ത്രീധന പീഡന കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കരാഞ്ചിറ സ്വദേശി നായരുപറമ്പിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത്. സ്ത്രീധനത്തിന്റെയും മറ്റും പേരിൽ 3 വർഷമായി ഇയാൾ ഭാര്യയെയും മകളെയും ശാരീരികവും മാനസികവുമായി പീഡനത്തിനിരയാക്കിയിരുന്നു. ഇവർ നൽകിയ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കാർഷിക വിപണന നയരേഖയ്ക്കെതിരെ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്വരാജ് റൌണ്ടിൽ നയരേഖ കത്തിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധം കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജു കുണ്ടോളി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി K അരവിന്ദാക്ഷമേനോൻ, മെമ്പർമാരായ PH നസീർ, ബീന മുരളി, I സതീഷ് കുമാർ, ശാന്ത അപ്പു, നിഷ രാമകൃഷ്ണൻ, മുരുകേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി 22-ന് സെറ്റോയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി തൃശൂർ ഇന്ദിരാഭവനിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. സെറ്റോ ജില്ലാ ചെയർമാൻ KV സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ, സെറ്റോ ജില്ലാ കൺവീനർ KP ജയപ്രകാശ്, ജോൺ കോശി തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം.
15 വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ഐസ്ക്രീം ഉൽപാദന വിതരണ സ്ഥാപനമായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പുന്നൂക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നൂക്കര ഭരത റോഡിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ രണ്ടാമത്തെ പുതിയ ഫാക്ടറിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റായ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീമിന്റെ ലോഞ്ചിംഗ് മന്ത്രിയും MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം സാരഥികളും ചേർന്ന് നിർവഹിച്ചു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി, വാർഡ് മെമ്പർ മോഹനൻ തൊഴുക്കാട്ട്, ലിൻഡോ, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ, ഡിസ്ട്രിബ്യൂട്ടർ പ്രതിനിധി ജെറി K ജോസ് തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യോഗട്ട് ഐസ്ക്രീം പിസ്ത, പുതിയതായി വിപണിയിലിറക്കിയ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീം തുടങ്ങിയവ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സ്പെഷ്യൽ പ്രോഡക്റ്റുകളാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന് വൻ വിപണന ശൃംഖലകളാണുള്ളത്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷവേളകളിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക മികവോടെ നിർമ്മിക്കുന്ന ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സജീവ സാന്നിധ്യവുമുണ്ട്. സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3304 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പീച്ചിരം റിസർവോയറിൽ 4 പെൺകുട്ടികൾ വീണുണ്ടായ അപകടത്തിൽ മരണം 2ആയി. പട്ടിക്കാട് സ്വദേശിനികളായ അലീന, ആൻഡ് ഗ്രേസ് എന്നിവരാണ് മരിച്ചത്. ചികിത്സയിലുള്ള 2 പേരിൽ ഒരാളുടെ നില ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശൂർ സ്വദേശി മരിച്ചു. യുദ്ധമുഖത്ത് കുടുങ്ങി വെടിയേറ്റ കുട്ടനാല്ലൂർ സ്വദേശി ബിന്നിലാണ് മരിച്ചത്. മരണം സ്ഥിരീകരിച്ച് എംബസി. നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ചു. പുതിയ പാർട്ടി പ്രവേശനത്തിന് പിന്നാലെയാണ് രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറി. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. 27-ാം തീയതി മുതൽ റേഷൻ കടകൾ അടച്ചിടും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തം. മാള കുരുവിലശ്ശേരിയിൽ കാപ്പ കേസ് പ്രതി അയൽവാസിയെ അടിച്ചുകൊലപ്പെടുത്തി. ചക്കാട്ടി തോമ എന്ന പഞ്ഞിക്കാരൻ തോമസാണ് മരിച്ചത്. പ്രതി പ്രമോദ് പോലീസ് കസ്റ്റഡിയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.